ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ബി സി എയുടെയും ബി എസ് സി ഐ ടിയുടെയും കോർ പേപ്പറായുള്ള ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിലെ ഷുവർ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചറാണ്. ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചറിനെ നമ്മൾ സ്റ്റാക്ക് എന്ന് വിളിക്കാറുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റാക്ക്. സോ ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓപ്പൺ സോഴ്സ് സിസ്റ്റമാണ്. നമ്മൾ ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഫോണിലെല്ലാം നമ്മൾ റൺ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഗൂഗിളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആർക്കിടെക്ചർ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റാക്ക് പറയുന്ന സമയത്ത് ഇത്രയും കമ്പോണൻസ് അതിനുണ്ടായിരിക്കും. 5 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഈ 5 കമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് എഴുതണം. ഒന്ന് ലിനക്സിൻ്റെ കേണലാണ്. കേണൽ ഏറ്റവും കോറായുള്ളൊരു പോർഷനാണ്. ദെൻ നാറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, അതുകൂടാതെ ആപ്ലിക്കേഷൻസ്. സോ അതിനൊരു ഇമേജും കൂടെ ഉണ്ട്. ആ ഇമേജ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ, ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാക്ക് എന്ന് വിളിക്കുന്ന ഇമേജാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പോണൻസും ഇവിടെ കാണാം. ലിനക്സ് കേണൽ ഉണ്ട്, ദെൻ നാറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ആപ്ലിക്കേഷൻസ്. ഇതിലെ ഓരോ കമ്പോണൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. സാധാരണ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന അതും കൂടിയാണ്. സോ നമുക്ക് ഫസ്റ്റ് ലിനക്സിൻ്റെ കേണൽ എന്താണെന്ന് നോക്കാം. സോ ലിനക്സിൻ്റെ കേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹാർട്ട് പോർഷനാണ്. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതായത് ഡിവൈസ് മാനേജ് ചെയ്യുക, മെമ്മറി മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ചെയ്യുന്ന കോർ ആയുള്ള ഒരു പോർഷനാണ്. അത് നമ്മൾ ലിനക്സിലാണ് കോഡൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു പോർഷനാണ് കേണൽ എന്ന് പറയുന്നത്, ലിനക്സ് കേണൽ. Linux kernel is responsible for device drivers, power management, memory management, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറി അവൈലബിൾ അല്ല എന്നുള്ള മെസ്സേജ് നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻസ്, നെറ്റ്വർക്ക് കണക്ഷൻസ് ഇനേബിൾഡ് അല്ല, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നത്, ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു ലിനക്സ് കേണലിൽ നിന്നാണ്. അതാണ് ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു 2 മാർക്സിനും ചോദിക്കാറുണ്ട്. ദെൻ നാറ്റീവ് ലൈബ്രറീസ് ആണ് നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞത്. നാറ്റീവ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇത് റൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ലൈബ്രറീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നാണ് വെബ് കിറ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി. വെബ് കിറ്റ് ആ പേരിലുള്ള പോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ ബ്രൗസറൊക്കെ കണക്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന സിസ്റ്റംസ്, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു നാറ്റീവ് ലൈബ്രറി പോർഷനാണ് ഈ പറഞ്ഞ വെബ് കിറ്റ്. ദെൻ ഫ്രീ ടൈപ്പ്, SQLite, മീഡിയ, അങ്ങനെ ഒത്തിരി എന്തുണ്ട്, നാറ്റീവ് ലൈബ്രറീസ് ഉണ്ട്. മീഡിയ ആണെങ്കിൽ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിലുള്ള എല്ലാ വീഡിയോസും അല്ലെങ്കിൽ ഗ്രാഫിക്സുകൾ, ഇമേജസ്, ഇതെല്ലാം ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ വെബ് കിറ്റ് ലൈബ്രറിയാണ് മെയിനായിട്ട് ഈ ഒരു ബ്രൗസർ സപ്പോർട്ട് തരുന്നത്. നേരെ മറിച്ച് SQLite ആണെങ്കിലോ അത് നമ്മുടെ ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ ഒരു ഡാറ്റാബേസ് വേണം. സോ ഇവിടെ നമ്മൾ SQLite എന്ന് പറഞ്ഞുള്ള വേർഷനാണ് ഇതിൻ്റെ നാറ്റീവ് ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കമ്പോണൻ്റ് ആണ് ആൻഡ്രോയിഡ് റൺ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റൺ ചെയ്യാൻ വേണ്ടിയുള്ള ആൻഡ്രോയിഡ് പ്രോഗ്രാംസ് റണ്ണ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവിറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർഷനാണ്. സോ ഇതിനകത്താണ് നമ്മുടെ വിർച്വൽ മെഷീൻ ഉള്ളത്. ഈ വിർച്വൽ മെഷീൻ്റെ പേരാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ, DVM എന്ന് വിളിക്കുന്നത്. സോ നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ആവുന്നത്, നമ്മളത് ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിനകത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വിർച്വൽ മെഷീനാണ്. സോ ഇത് നമ്മുടെ JVM, ജാവ വിർച്വൽ മെഷീനോട് സിമിലർ തന്നെയാണ്. പക്ഷേ ഇത് എന്തേ യൂസ് ചെയ്യുള്ളൂ? കുറച്ച് മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഇതിനകത്ത് ഫാസ്റ്റ് ആയുള്ള പെർഫോമൻസ് നമുക്ക് തരും. സോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ വിർച്വൽ മെഷീൻ ഞാൻ പറഞ്ഞു മൊബൈൽ ഡിവൈസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തതാണ്, അല്ലേ? എന്ന് വെച്ചാൽ എന്താ, ഫാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി. മൊബൈൽ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ആയുള്ളതാണ്. സോ ഇതെന്താണ്, ഫാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് മെമ്മറിയോ അതുപോലെ തന്നെ ഒരുപാട് ബാറ്ററി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ലിമിറ്റ് കൊടുക്കണം. കുറേ കൺസപ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യില്ല, ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ല. സോ ഇവിടെ നമ്മൾ ആൻഡ്രോയിഡിൽ എഴുതിയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്കറിയാം, എല്ലാ പ്രോഗ്രാമും എഴുതിയിട്ടുള്ളത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ആൻഡ്രോയിഡിൻ്റെ എല്ലാ പ്രോഗ്രാംസും എഴുതുന്നത്. ഈ ജാവയിൽ എഴുതിയ പ്രോഗ്രാംസ് കമ്പൈൽ ചെയ്തതിന് ശേഷം അത് ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞ കോഡായിട്ട് മാറും.
മനസ്സിലായി. സോ ആൻഡ്രോയിഡിൽ എഴുതിയ പ്രോഗ്രാംസ് എല്ലാം ജാവയിലാണ്. ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ബൈറ്റ് കോഡായിട്ട് മാറും. ആ ബൈറ്റ് കോഡ് പിന്നെ പോകുന്നത് നമ്മുടെ വിർച്വൽ മെഷീനിലാണ്. ജാവയിൽ എഴുതിയതെല്ലാം ഒബ്വിയസ്ലി പോവുക എങ്ങോട്ടാണ്? ജാവയുടെ തന്നെ വിർച്വൽ മെഷീൻ JVM-ലേക്കാണ്. പക്ഷെ നമ്മുടെ ആൻഡ്രോയിഡിലുള്ള വിർച്വൽ മെഷീന്റെ പേരെന്തായിരുന്നു? ഡാൽവിക് വിർച്വൽ മെഷീൻ ആണ് അല്ലേ. സോ ഈ ബൈറ്റ് കോഡ് ജാവ വിർച്വൽ മെഷീനിൽ എത്തിയതിനു ശേഷം നമ്മുടെ ആൻഡ്രോയിഡിന്റെ വിർച്വൽ മെഷീനായ ഡാൽവിക്കിലേക്ക് ഇത് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ഫോർമാറ്റിലേക്ക് മാറും. ഒന്നാണ് .dex, അതായത് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നതും, രണ്ടാമത്തെ ഒപ്റ്റിമൈസ്ഡ് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയലായുള്ള .odex-ഉം. സോ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ജാവയിൽ എഴുതിയ സോഴ്സ് കോഡ് ജാവയുടെ കമ്പൈലർ അതിന്റെ ക്ലാസ് ഫയലാക്കി മാറ്റുന്നു, എന്ന് വെച്ചാൽ ബൈറ്റ് കോഡാക്കി മാറ്റുന്നു. ദെൻ നമ്മുടെ കമ്പൈലർ എന്താക്കി മാറ്റുന്നു? നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് മാറ്റി അവസാനം അതിനെ APK ഫയലാക്കി കൺവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുക. സോ ഒരു ഇമേജും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത കമ്പോണന്റ് ആണ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. സോ ഈ ഒരു കമ്പോണന്റ് പറയുന്നതിനൊക്കെ മുന്നേ നമ്മുടെ 6th സെം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പോർഷൻസും കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നും കൂടെ തീരുമാനിക്കേണ്ട ഒരു സമയം കൂടിയാണ് അല്ലേ. സോ നമ്മൾ BSc അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവൽ ആയുള്ള ജോബിലേക്കായിരിക്കും പോകുന്നത്. സോ അതിനേക്കാൾ ബെറ്റർ ആയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയുള്ള ഒരു MCA ചൂസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം? കേരളത്തിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയുള്ള സിലബസ് ഉള്ള ഒരു കോളേജിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 7 years from now നിങ്ങൾ എവിടെയാണ് കാണുന്നത്? നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എടുത്ത ഡിസിഷൻസ് എല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ് മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ പറയാൻ പോകുന്നത് പാലക്കാട് ലീഡ് കോളേജ് ഓട്ടോണമസിനെ പറ്റിയാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു കോളേജസും പ്രൊവൈഡ് ചെയ്യാത്ത സബ്ജക്ട്സ്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റോ ഡേറ്റാ സ്ട്രക്ചറോ ഒന്നുമല്ല നിങ്ങളിവിടെ പഠിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, റിയാക്ട്, ഫ്ലട്ടർ, ഗെയിം ഡെവലപ്മെൻറ്റ്, ജനറേറ്റീവ് AI, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, റോബോട്ടിക്സ് ആൻഡ് മെനി മോർ. ഒരു ജോലിക്ക് ആവശ്യമുള്ള എന്തോ അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സോ തിങ്ക് ഡിഫറെൻറ്റ് ലൈക്ക് ലീഡ് ആൻഡ് ടേക്ക് റൈറ്റ് ഡിസിഷൻ. ജോയിൻ ലീഡ് കോളേജ്. സോ ആ കോളേജിനെ പറ്റി നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും MCAക്ക് നമ്മുടെ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ മറ്റു ടോപ്പിക്കിലേക്ക് വരാം. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ആണ്. നെക്സ്റ്റ് ആർക്കിടെക്ചറിലെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസ്സസും ഇന്റർഫേസും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവേണ്ട എല്ലാ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റാക്കിൽ വരുന്ന ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. അപ്പോൾ അതെന്തൊക്കെ ആക്ടിവിറ്റീസ് തരുന്നു എന്ന് നോക്കിയോ. ആക്ടിവിറ്റി മാനേജർ, കണ്ടന്റ് പ്രൊവൈഡർ, റിസോഴ്സ് മാനേജർ, നോട്ടിഫിക്കേഷൻ മാനേജർ, വ്യൂ സിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിൽ വരുന്ന ഈ കമ്പോണൻസ്. സോ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ ആക്ടിവിറ്റി മാനേജർ എന്താണ് ചെയ്യുന്നത്? ആക്ടിവിറ്റി മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണം, ഇൻ ബിറ്റ്വീൻ അത് ചിലപ്പോൾ പോസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിള് മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ആക്ടിവിറ്റി മാനേജർ. ഇത് മാത്രം നമുക്ക് 2 മാർക്സിന് ചോദിക്കാറുണ്ട്. ദെൻ കണ്ടന്റ് പ്രൊവൈഡറും ഇതുപോലെ 2 മാർക്സിന് ചോദിക്കുന്നതാണ്. essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 2 മാർക്സിന് ഇതിന്റെ ഉള്ളിലുള്ള ഓരോന്നും ഇങ്ങനെ ചോദിക്കാറുണ്ട്. കണ്ടന്റ് മാനേജർ എന്തായിരിക്കും? ഇതിനകത്തുള്ള ഡാറ്റ നമുക്ക് പബ്ലിഷ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതായത് ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പൊ നമ്മൾ വാട്സപ്പിലുള്ള ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ടെലഗ്രാമിലേക്കോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസിലേക്കോ മെയിലിലേക്കോ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് കമ്പോണന്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിന് വേണ്ടിയിട്ട്. ദെൻ റിസോഴ്സ് മാനേജർ ആണെങ്കിലോ റിസോഴ്സുകളായുള്ള കളർ സെറ്റിങ്സും അതുപോലെ തന്നെ ലേ ഔട്ടുകളും എല്ലാം മാനേജ് ചെയ്യുന്ന പോർഷനാണ് റിസോഴ്സ് മാനേജർ. ഈ കണ്ടന്റ് പ്രൊവൈഡറും എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടന്റ് പ്രൊവൈഡർ ചെയ്യുന്നത് ഷെയർ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക മറ്റ് അപ്ലിക്കേഷൻസിലേക്ക്. നമ്മൾ ഡെവലപ്പ് ചെയ്ത ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിലെ സംഭവങ്ങളെല്ലാം മറ്റ് അപ്ലിക്കേഷൻസിലേക്ക് ഷെയർ ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്ന, മറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ആവാം അല്ലെങ്കിൽ ഇമെയിൽ ആവാം, അങ്ങനെയുള്ള മറ്റ് അപ്ലിക്കേഷൻസിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ദെൻ നോട്ടിഫിക്കേഷൻ മാനേജർ ആണെങ്കിൽ എന്ത് ചെയ്യും?
നോട്ടിഫിക്കേഷൻസ്, അലേർട്ട് മെസ്സേജുകൾ, ഇതൊക്കെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ മാനേജർ ചെയ്യുന്നത്. ദെൻ ഒരു എക്സ്റ്റെൻസിബിൾ സെറ്റ് ഓഫ് വ്യൂസ് ഉണ്ട്. ആപ്ലിക്കേഷൻ യൂസർ ഇന്റർഫേസ് ആയിട്ട് നമുക്കൊരു വ്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ പഠിക്കും. ദെൻ അപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് ഉള്ള. അപ്ലിക്കേഷൻ നമുക്കറിയാം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. കോണ്ടാക്ട്, സെറ്റിങ്സ്, ഗെയിംസ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു അപ്ലിക്കേഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സംഭവങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആക്കാൻ പറ്റും അല്ലേ. സോ ചിലത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ ആയിരിക്കും പോകുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് എന്തായാലും വരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.